എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ? അതിനായിട്ട് നമ്മളിവിടെ ഒരു മിക്സർ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മീഡിയം സൈസിലുള്ള 2 കഷ്ണം ഇഞ്ചിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 5-6 കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണക്കമുളകാണ് ചേർത്തത്. അത് ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഒരു 10-11 എണ്ണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി, കുതിർന്ന് വരുമ്പം പെട്ടെന്ന് അരഞ്ഞ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് 2 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം കോൺഫ്ലവർ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കോൺഫ്ലവറും ഒരു 1/4 ടീസ്പൂണോളം അരിപ്പൊടിയും, വറുത്ത അരിപ്പൊടിയില്ല, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്തുകൊണ്ട് വന്ന സമയം കൊണ്ട് നമ്മളിത് ഇവിടെ ചിക്കൻ്റെ 1 കിലോയോളം ചിക്കനുണ്ട്. അത് ഞാനൊന്ന് കഴുകിയെടുത്ത്, ബ്രസ്റ്റ് പീസാണ്, അതൊന്ന് ഞാൻ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 2-3 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു വൈകിട്ട് മിക്സ് ചെയ്തിട്ട് രാവിലെ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇത് ഞാനിപ്പം ഒരു 2-3 മണിക്കൂറോളം വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അതിന് ശേഷം ഒന്ന് 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്തായാലും നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാടൻ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി തിളയ്ക്കുന്ന പോലെ ആയതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ചിക്കൻ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉടനെ തന്നെ ഇത് സ്പൂൺ കൊണ്ട് ഇളക്കുതിരിക്കുകയൊന്നും ചെയ്യരുത്. അതിൻ്റെ മസാല മൊത്തം പോകും. അതുകൊണ്ട് അത് നന്നായിട്ട് ഒരു വശം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് ഒരു 5-10 മിനിറ്റ് വരെ ഇത് ഈ എണ്ണയ്ക്കകത്തിടന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ വേണ്ട നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് ഒരു വശം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ കളറായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? നല്ല മസാലയൊക്കെ അകത്ത് തന്നെയുണ്ട്. അപ്പം ഇതേ രീതിയിൽ നമുക്ക് മൊത്തവും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു മണമാണ്. ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല, എന്തായാലും തയ്യാറാക്കി നോക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ഈ മസാലയൊന്ന് മിക്സിയിൽ അരച്ചെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു തവണയെങ്കിലും ഇങ്ങനെ ചിക്കൻ ഫ്രൈ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമുക്ക് പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ടയുടെ കൂടെയാണ് ഒന്നുകൂടെ, ചിക്കൻ ഫ്രൈയും പൊറോട്ടയാണ് അടിപൊളി കോമ്പിനേഷൻ. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് കീറിയതും അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു
ടേസ്റ്റും മണവും എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് ചൂടോടെ കൂടെ തന്നെ കഴിക്കണം കേട്ടോ. അതായിരിക്കും ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പൊടിയൊക്കെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.